കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിലെങ്ങനെ വിരിയിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊരു ചെറിയ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുകയാണ്. വളരെ ചെറിയ ചിലവിൽ നമ്മളൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ അടയിരുത്തും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഏറ്റു പോകും. അപ്പോൾ നമുക്ക് ആ മുട്ട ചീമുട്ടയായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കതിനെ കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിച്ചെടുക്കാൻ സാധിക്കും. അപ്പം അതിനുള്ള ചിലവെന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്ക് ഒരു 500 രൂപേൻ്റെ താഴെ നമുക്ക് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പം നമ്മളുണ്ടാക്കുന്നത് വളരെ സിമ്പിളായ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മളൊരു അഡാപ്റ്റർ വാങ്ങുന്നുണ്ട്. ഒരു 12 വോൾട്ട് ഔട്ട് കിട്ടുന്ന ഒരു അഡാപ്റ്റർ, പിന്നെ ഒരു തെർമോസ്റ്റാറ്റ് വാങ്ങുന്നുണ്ട്. പിന്നെ വീടുകളിൽ പഴയ ഹോൾഡർ ഉണ്ടെങ്കിൽ ഒരു ഹോൾഡർ, പിന്നെ ഇതെല്ലാം തെർമോസ്റ്റാറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഫാന് സെപ്പറേറ്റ് വാങ്ങണം. അതിനൊന്നും വലിയ വിലയില്ല. എല്ലാത്തിനും കൂടി എനിക്ക് തോന്നുന്നു 400 രൂപ എങ്ങാണ്ടാ വില ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വാങ്ങേണ്ടുള്ളൂ. പിന്നെ ഇതേപോലെ ഒരു പെട്ടി വേണം നമുക്ക്. ഇത് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒക്കെ സംഘടിപ്പിച്ചാണ്. ഇത് കടയിൽ വാങ്ങാനും കിട്ടും. അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സെറ്റ് ഇത്രയും കാര്യങ്ങൾ താഴെ വരുന്ന 4 പോയിൻറ്റുകളും കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു ഡ്രോയിങ് ആക്കി കാണിച്ചു തരാം, കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രോയിങ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ തെർമോസ്റ്റാറ്റാണ്. തെർമോസ്റ്റാറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ തെർമോസ്റ്റാറ്റ് ഇത് ഫാന്, DC ഫാനാണ് 12 വോൾട്ടിന്. ഇതൊരു ബൾബാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ബൾബ് 40 വാട്ട്സിൻ്റെ ഒരു ബൾബും. അപ്പോൾ നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് നോക്കിയാൽ കാണാം അടിയിൽ 4 ടെർമിനലുകളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, 4 ടെർമിനൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പേരിട്ടേക്കുന്നതെന്ന് വെച്ചാൽ K1, K1, K0 അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു P1, പിന്നെ ഗ്രൗണ്ട്, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് DC സെക്ഷനാണ് ഈ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ K1, K2 ഇതിൽ കൊടുക്കുന്ന വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നോർത്തൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. K1 ഇപ്പറായി എന്നോർത്തൊന്നും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിന്ന് ഏതെങ്കിലും ഒരു ടെർമിനലിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് നമ്മൾ നേരെ ബൾബിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നേരെ ബൾബിലേക്ക് നമ്മൾ കൊടുക്കുക. പിന്നെ K0 നിന്ന് നമ്മൾ ഒരു ലൈൻ നേരെ കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ DC ലൈൻ കൊടുക്കാനുള്ള മെയിൻ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പിന്നെ ബൾബിൻ്റെ ഹോൾഡറിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമ്മളൊരു ന്യൂട്രലിൻ്റെ ഒരു വയർ എടുത്തിട്ടും അത് നമ്മൾ ഈ പവർ കൊടുക്കാനുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ 2 വയർ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി P1 എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ആണ് കേട്ടോ. പ്ലസ് ആണ്. അതിൻ്റെ ഒരു അഡാപ്റ്റർ തെർമോസ്റ്റാറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൊടുക്കാനുള്ളൊരു പ്ലഗ് അതിൽ നിന്ന് പ്ലസ്സും മൈനസും നോക്കിയിട്ട് അത് കൊടുക്കുക. P എന്നുള്ളത് ഇപ്പോൾ പോസിറ്റീവാണ്. അത് കറക്റ്റ് വന്നിട്ട് അഡാപ്റ്ററിലേക്കാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ DC കൊടുക്കണം. DCയിലൊരു പ്ലഗിലോ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ കുത്തി കൊടുക്കുകയോ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫാനിലേക്കുള്ള കണക്ഷനാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് ആദ്യമേ നമ്മൾ ന്യൂട്രലിൻ്റെ അവിടെ നിന്ന് ഒരു വയർ എടുത്തിട്ട് നേരെ ഫാനിലേക്ക് ഒരു വയർ കൊടുക്കണം. ഓക്കെ, ഇത് DC ആണ് വരുന്നത്. അപ്പോൾ DCൻ്റെ പോസിറ്റീവിൽ നിന്ന് ഫാനിൻ്റെ പോസിറ്റീവിലേക്ക് ഒരെണ്ണം കൊടുത്തു. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു രീതി വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രോയിങ് പ്രകാരം തെർമോസ്റ്റാറ്റ് നമ്മളൊരു ചെറിയൊരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട് സ്ക്രൂ ഒക്കെ കൊണ്ടുവരുന്ന ബോക്സാണ്, അതിൻ്റെ അകത്ത് നമ്മൾ ആക്കിയിട്ടുണ്ട്. തെർമോസ്റ്റാറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. അതേപോലെ തെർമോസ്റ്റാറ്റിൽ DC സപ്ലൈ കൊടുക്കുന്ന കണക്ടറാണ് താഴേക്കുള്ളത്. ഇത് തെർമോസ്റ്റാറ്റ് നമുക്ക് ഉള്ളിലേക്ക് കൊടുത്തേക്കാണ്. അത് തുളച്ചിട്ട് തെർമോസ്റ്റാറ്റിൻ്റെ ലീഡ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചേക്കാണ്, ഉള്ളിലെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട്. അത്രയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സൈഡിലൊരു ഹോൾഡർ വെക്കണം. അപ്പോൾ ഹോൾഡറിൻ്റെ കണക്ഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു വയർ എടുത്തിട്ട് ഒരു ടെർമിനലിലേക്ക് വെക്കുകയാണ്. അങ്ങനെ അടുത്തെടുത്തിട്ട് വേറെ ഒരു വയർ എടുത്തിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കണക്ഷൻ കൊടുക്കുക. കളർ കോഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 വയറായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോൾഡർ ഫിറ്റ് ചെയ്ത് ഇനി അത് നേരെ എടുത്ത് നമ്മൾ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നൊരു തുളയിട്ടിട്ട് നമ്മൾ ആ വയർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഫാൻ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. DC ഫാൻ നമ്മൾ ഉള്ളിൽ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പിയിട്ടിട്ടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ വയർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോയിങ് പ്രകാരമാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അറിയാനൊന്നുമില്ല, വളരെ എളുപ്പമായിട്ടാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പച്ച വയറും കറുത്ത വയറുമാണ് നമ്മൾ K0യിലും K1ലും നമ്മൾ കൊടുത്തിട്ടുള്ളത്.
അവിടുന്ന് നേരെ നമ്മൾ DC സപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ എൻഡ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോൾഡർ വെച്ചിട്ടുണ്ട്, നടുക്കായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടുക്ക് ഫാൻ വെച്ച് നമുക്ക് ഈ ചൂട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടുക്ക് നമ്മൾ ഫാന് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊരു മാസ്കിംഗ് ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് കണക്ഷൻ കൊടുക്കുന്നതാണ്, ഒന്ന് DCൻ്റെ ഒന്ന് AC-ൻ്റെ. ഓക്കെ, ഇതിൽ ചുറ്റാനായിട്ട് നമ്മൾ മാസ്കിംഗ് ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് ഇട്ട് നമ്മൾ വട്ടം ഒന്ന് ചുറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ 37.5 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഇതിൻ്റെ നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ഉള്ളിൽ വേണ്ട ഒരു ടെമ്പറേച്ചർ. അത് 37 എന്നുള്ള 38 ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഓണാക്കിയിരിക്കുകയാണ്. അപ്പോൾ 36 ആയിട്ടുണ്ട്. നോക്കുക, ഇത് 37.5 ഓഫാവും കേട്ടോ. അപ്പോൾ ഓഫായിരിക്കുകയാണ്. ചിലപ്പോൾ ഇച്ചിരി കൂടിയിട്ട് പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ഡൗണിലേക്ക് വരും. നമ്മളൊരു 2 ഡിഗ്രിയൊക്കെ താഴേക്ക് പോലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ലെവലിലെത്തുമ്പോഴേക്കും അത് പിന്നെ ഓണാവും. അതാണ് ഇതിൻ്റെ നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഇത് 35.4 ഇത് ഓണാകുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കിയത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ മുട്ടയും കാര്യങ്ങൾ ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് നോക്കുക. അതപ്പോൾ മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഡേറ്റൊക്കെ എഴുതിയ മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു കോട്ടൻ്റെ ഒരു തുണി വിരിച്ചിട്ട ശേഷം നമുക്ക് മുട്ട ചെക്ക് ചെയ്തിട്ടേ കേട്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് വേണ്ടില്ല, ഇവിടെ ഒരു എയർ ഹോൾ കാണുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ടൊരു വട്ടം കാണാം. ഇങ്ങനെയുള്ള മുട്ടകൾ മാത്രമേ എടുക്കാവുള്ളൂ. ആ മുട്ടകളിൽ അങ്ങനെ ഒരു വായുവിൻ്റെ ഒരു ഇതുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ. ഒരു വട്ടം പോലെ കാണാം. അത് അങ്ങനെയുള്ള മുട്ടകൾ മാത്രം പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ക്രോസ് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മുട്ട നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കറക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലൊരു പ്ലസ് പോലെ ഒരു ചിഹ്നം നമ്മൾ വരച്ചിടുക കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഓരോ ദിവസവും നമ്മളിത് ഒന്ന് തുറന്നിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇപ്പം ക്രോസ് മുകളിലേക്കാണ് നിൽക്കുന്നെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ആ ക്രോസ് താഴേക്ക് ആക്കണം. ആ ഒരു രീതിയിൽ നമ്മളത് ചെയ്യണം. ഓക്കെ, ഈടാണ് വരുന്നത്. ടെമ്പറേച്ചറിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അറിയാനുള്ള. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടല്ലോ, ഈ വട്ടം കറക്റ്റ് കാണാമല്ലോ അല്ലേ. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ മുട്ടയെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ നമ്മൾ വെള്ളം വെക്കണം. അതിന് വെള്ളം നമ്മൾ റെഡിയാക്കി ഒരു മൂലയിൽ ബൾബിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. ബൾബിൻ്റെ താഴെയായിട്ട് നമ്മളതും വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വെള്ളം നമുക്ക് അതിൻ്റെ താഴെ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളതിൻ്റെ ഫങ്ഷൻ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടച്ച് ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷേ നമ്മൾ ഓരോ ദിവസവും നമ്മൾ തിരിച്ച് വെക്കണം. ഒരു ചെറിയ നേരം കൊണ്ട് വന്നിട്ട് നമുക്കൊന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മുട്ട ചെക്ക് ചെയ്യുകയാണ്. ഏതൊക്കെ മുട്ടകളിലൂടെ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത്ര ദിവസം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോണിൻ്റെയോ ടോർച്ചിൻ്റെ അടിയിലൂടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതിലേക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ഞരമ്പുകൾ പോലെ ചെറിയ മുട്ടയ്ക്കുള്ളിൽ ഇങ്ങനെ ഞരമ്പുകൾ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഞരമ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയൊക്കെ കുഴപ്പമില്ല, അതൊക്കെ റെഡിയാണ്. അപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ നമുക്ക് ഏകദേശം 18 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഏകദേശം കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മുട്ട പൊട്ടി ഓരോന്നിങ്ങനെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചെറിയ കുഞ്ഞുങ്ങളായി വരുന്നു. ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ
ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ സക്സസ് ആയി എന്നുള്ളതിന് സക്സസ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ വിരിഞ്ഞ മുട്ടകൾ നമ്മൾ വേറെ ഒരു കൂട്ടിലേക്ക് മാറ്റാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്ത് വെക്കണം ആദ്യമേ തന്നെ. അപ്പോൾ അതിനൊരു ചെറിയ കാർബോർഡൊക്കെ അടിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു ബൾബൊക്കെ ഇട്ട് കൊടുക്കുക. അതൊരു 40-ൻ്റെ ഒക്കെ ബൾബ് ഈ നേരം ഇട്ട് വെക്കുക. ഇവർ കുറച്ച് കാലത്തേക്ക് അതിൻ്റെ ചൂട് തട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി അപ്പോൾ അടുത്ത ദിവസമായപ്പോഴേക്കും ഓരോന്നൊക്കെ മെല്ലെ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂട് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഒരു മെല്ലെ എണീറ്റ് വരുന്നുണ്ട്. നല്ല എണീറ്റ് വരാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒച്ചകളൊക്കെ നമുക്ക് കേൾക്കാം, സൗണ്ടുകളൊക്കെ നല്ലപോലെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ആദ്യമേ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ നമ്മൾ വേറെ ഒരു കാർബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളാണ് നമുക്ക് ആദ്യമേ ഉണ്ടായിട്ടുള്ളത്. അവരെ നമ്മൾ മാറ്റി. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇങ്ങനെ കൂടി നമ്മൾ ബാക്കിയത്തെ മുട്ടകളെല്ലാം വിരിഞ്ഞു വരും. അപ്പോൾ അടുത്ത ദിവസമായപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻക്യുബേറ്റർ വീട്ടിലുണ്ടാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.